പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നത് പ്രവാചകൻ്റെ സദസ്സിൽ ഒരു വ്യക്തി, അദ്ദേഹം ഒരു ചെരുപ്പും 2 ചെരുപ്പും ഒക്കത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രവാചകൻ്റെ സദസ്സിൽ വന്നിരിക്കുകയുണ്ടായി. അതിനു മുമ്പായിട്ട് പ്രവാചകൻ പറയുന്നുണ്ടായിരുന്നു, അടുത്തു വരുന്ന വ്യക്തി സ്വർഗാവകാശിയാണെന്ന്. ആ വ്യക്തി തന്നെ വീണ്ടും പ്രവാചകൻ ഇതേപോലെ 2-3 സദസ്സുകളിലോളം ഇതേപോലെ ആവർത്തിച്ചു, അടുത്തു വരുന്ന വ്യക്തി സ്വർഗാവകാശിയാണ്. അതേ വ്യക്തി തന്നെ വന്നു. ആ വ്യക്തിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് സഹാബാക്കൾ തിരിച്ചറിയാൻ വേണ്ടി അവരെ വീടുകളിൽ പോയി അദ്ദേഹത്തെ കൂടെ 2-3 ദിവസം, അറബികളുടെ സംസ്കാരപ്രകാരം 3 ദിവസം ഒന്നും ചോദിക്കില്ല. ഒരു അതിഥിയായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം 3 ദിവസം അവിടെ താമസിച്ചപ്പോൾ അയൽക്കാരനായിട്ടുള്ള ആൾ പറഞ്ഞു, അദ്ദേഹം ബുദ്ധിമുട്ടുള്ള ആളാണ്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോരുന്നു. ആ വ്യക്തിയോട് അവസാനമായിട്ട് അദ്ദേഹം തിരിച്ചു പോരുമ്പോൾ ഈ താമസിച്ച ഗസ്റ്റായിട്ടുള്ള ആൾ പറഞ്ഞു, ഞാൻ വന്നത് പ്രവാചകന് ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങൾ എന്താണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ലല്ലോ, എന്താണ് നിങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പോകാൻ നേരത്തെ ഒന്നും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും രാത്രി ഞാൻ നോക്കാറുണ്ട്, ആരെങ്കിലും ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ടോ, ആരെയും കുറവുകൾ ഞാൻ എടുത്ത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനോട് ഈ വന്ന അതിഥി ഇതേ വിഷയം പോയിട്ട് അവതരിപ്പിക്കുകയാണ്. ഞാനിങ്ങനെ 3 ദിവസം താമസിച്ചു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് ഇങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അത് തന്നെയാണ് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിച്ചത്. സഹോദരന്മാരെ, ഇന്ന് നാം ആളുകളെ കുറവ് ആക്കുന്ന കാര്യത്തിലും കുറ്റം പറയുന്ന കാര്യത്തിലും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും മുമ്പന്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ സഹാബാക്കളുടെ ഒരു ജീവിതകഥ നാം കേൾക്കുകയും നമ്മുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ഒരു മനുഷ്യനെ ചീത്തയായി ചിന്തിക്കാതിരിക്കുകയും നന്നായിട്ട് അവരുടെ നന്മകൾ മാത്രം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമാക്കുമ്പോൾ മാത്രമാണ് നല്ല സമൂഹം കെട്ടിപ്പടുക്കാനും നല്ല മക്കളെ നമുക്ക് വാർത്തെടുക്കാനും കഴിയുക എന്നുള്ള ഒരു സന്ദേശമാണ് നാം ഇതിലൂടെ നൽകേണ്ടത്. അവർക്ക് വേണ്ടി നാം പ്രയത്നിക്കുക. പ്രവാചകന്മാരുടെയും അവരുടെ അനുയായികളുടെയും നല്ല സ്വഭാവങ്ങളും നല്ല സംസ്കാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തുന്നതോടുകൂടി ഇസ്ലാമിക തന്നതായ രൂപത്തിലേക്ക് നാം തിരിച്ചു വരാൻ കഴിയും. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.